നമസ്കാരം. ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. കേരള സ്റ്റൈൽ ബ്രാഹ്മിൻ സാമ്പാർ അതാണ് ഇന്ന് കാണിക്കുന്നത്. മുമ്പൊരു വീഡിയോയിൽ കാണിച്ച ബ്രാഹ്മിൻ സാമ്പാർ പൊടി ഉപയോഗിച്ചാണ് ഇന്ന് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓണം വിഭവങ്ങൾ ഒരു സീരീസ് ആയിട്ട് തുടങ്ങുകയാണ്. അതിലെ ആദ്യ വീഡിയോ ആണ് ഈ ബ്രാഹ്മിൻ സാമ്പാർ. എല്ലാ കേരള നാടൻ വിഭവങ്ങളും ഇതിൽ പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ ഓണത്തിന് മുമ്പ് കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ കാണാം കേരള സ്റ്റൈൽ ബ്രാഹ്മിൻ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. ജ്യോതിർഗമയ ചാനലിൻ്റെ ഓണം സീരീസ് പാചക വീഡിയോയിലെ ആദ്യ വിഭവം സാമ്പാർ. കേരള സ്റ്റൈലിലുള്ള ഒരു തനി നാടൻ സാമ്പാർ ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ മലക്കറികൾ: ഉരുളക്കിഴങ്ങ് 2 എണ്ണം, പച്ച കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ മൂക്കാത്തത് 1 പകുതി, സവാള 2 എണ്ണം, തക്കാളി 2 എണ്ണം, 2 മുരിങ്ങാക്കോൽ, 5 വെണ്ടയ്ക്ക എന്നിവ നല്ലവണ്ണം കഴുകി തൊലി കളഞ്ഞ് മുറിച്ചേക്കുക. വെണ്ടയ്ക്ക, തക്കാളി, മുരിങ്ങക്കായ എന്നിവ ഒരു പാത്രത്തിലും സവാള, ഉരുളക്കിഴങ്ങ്, പപ്പായ എന്നിവ മറ്റൊരു പാത്രത്തിലുമായി വച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ആവശ്യം 1 മുറി തേങ്ങ, അതായത് പകുതി തേങ്ങ, സാമ്പാർ പൊടി 40 ഗ്രാം, സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരപ്പരിപ്പ് 70 ഗ്രാം, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ 35 ഗ്രാം കല്ലുപ്പ്, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, കൂടാതെ താളിക്കാൻ ആവശ്യമായ സാധനങ്ങളും: കടുക്, മുളക്, കരിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ. ആദ്യം നമുക്ക് ഈ സാമ്പാർ പൊടിയും തേങ്ങയും കൂടെ അരച്ചെടുക്കാം. വെള്ളമില്ലാതെ ഒന്ന് തിരിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഏകദേശം 15 പേർക്കുള്ള സാമ്പാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ആളുകൾ കുറയുമ്പോൾ അതിനനുസരിച്ച് തേങ്ങയും കുറയും. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് കഴുകിയ പരിപ്പിടുക. കൂട്ടത്തിൽ സവാള, ഉരുളക്കിഴങ്ങ്, പപ്പായ കഷ്ണങ്ങളും ഇടുക. ഇത് മൂടാൻ പാകത്തിന് വെള്ളമൊഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുക. 4 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ വാങ്ങി വെച്ച് പ്രഷർ പോയി കഴിഞ്ഞാൽ തുറന്ന് കയ്യിലുകൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് മറ്റു പച്ചക്കറികൾ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ എന്നിവ ചേർത്ത് കൊടുക്കുക. ഈ കുക്കറിൽ തന്നെ പാകം ചെയ്യാമെങ്കിലും വീഡിയോ എടുക്കുന്നതിനായി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുപ്പത്ത് വച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് പുളിവെള്ളം അരിച്ചൊഴിക്കുക എന്നതാണ്. ഇതിലേക്ക് കല്ലുപ്പ് കൂടി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അടച്ചു വച്ച് വേവിക്കുക. തിള വന്നാൽ തുറന്നു വച്ച് വേവിക്കാം. കുറച്ച് സമയം തിളയ്ക്കുമ്പോൾ തേങ്ങയും സാമ്പാർ പൊടിയും കൂടി അരച്ചത് ചേർക്കുക. ഇളക്കുക. ഒന്നുകൂടെ നല്ലവണ്ണം കുറച്ച് നേരം തിളയ്ക്കുക. സാമ്പാർ പാകമായതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. വേവായിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് ഇളക്കുക. അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക. പാത്രത്തിലിരുന്ന് ഒന്നുകൂടി വറ്റി പാകമായിക്കോളും. ഇനി താളിക്കാം. കടുക്, മുളക്, കരിവേപ്പില എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം മുളകും കരിവേപ്പിലയും കൂടി മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഇട്ട് ഇളക്കുക. സ്വാദിഷ്ടമായ ചൊടിയുള്ള ഒരടിപൊളി കേരള സാമ്പാർ, കേരള രീതിയിലുള്ള നാടൻ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർത്ത സാമ്പാർ പൊടി ഉപയോഗിച്ചുള്ള ബ്രാഹ്മൺ സ്റ്റൈൽ, അതിൽ തന്നെ കേരള സ്റ്റൈൽ സാമ്പാറാണിത്. അതും 15 പേർക്കുള്ളത്. ഓണം സീരീസിലെ ആദ്യ വിഭവമായ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുവല്ലോ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ എഴുതി അറിയിക്കുക. ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.
ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക.